ഗോതമ്പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കുഴക്കയോ പരത്തി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ പാകത്തിന് പഴുപ്പായിട്ടുള്ള പഴമാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് 2 അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചിട്ടും ചെയ്തെടുക്കാം. ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ശർക്കര കുറച്ച് കട്ടിയായിട്ട് കുറുക്കിയെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതിയാവും. എങ്ങനെയായാലും കുഴപ്പമില്ല. ഗ്രേറ്റ് ചെയ്തിട്ടാകുമ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചേർക്കുന്ന സമയത്ത് ആദ്യം നെയ്യിലിട്ടൊന്ന് വഴറ്റിയിട്ട് എന്നിട്ട് പഴം ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെയാകുമ്പോൾ തേങ്ങയുടെ ആ ഒരു വറുത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റും കൂടെ വരും. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ഫില്ലിങ്സിലേക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്, എന്നാൽ പറ്റ ലൂസായിട്ട് പോവുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് മാവൊക്കെ ഒന്ന് വെന്ത് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും സെറ്റായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം. എല്ലാ ദോശയും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു സ്നാക്കിന് ഒരു കോട്ടിങ് കൊടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് താഴ്ഭാഗത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ദോശയിൽ നിന്ന് ഒന്നെടുത്ത് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ താഴ്ഭാഗത്തൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു ദോശ വെച്ച് കൊടുക്കാം. ഈ ഒരു ദോശ ഇനിയുള്ള ദോശ ഒന്നും മുട്ടയിൽ മുക്കിയെടുക്കണമെന്നില്ല. ദോശ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് സൈഡിലൂടെ ആയിട്ട് മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ദോശ വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡിലൂടെ ആയിട്ട് ചെറുതായിട്ട് മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 3 മുട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. മുട്ടയുടെ ആ ഒരു ബാറ്റർ കുറച്ച് കൂടുതലുണ്ടായാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സും ദോശയും തീരുന്ന വരെ ഒന്ന് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഓരോ ലെയറും വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവസാനം ബാക്കി വരുന്ന മുട്ടയുടെ ബാറ്റർ ആദ്യം സൈഡിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിലൂടെ ആയിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം.
അപ്പോൾ മുട്ടയുടെ ബാറ്റർ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ സൈഡിലും കറക്റ്റായിട്ടാവണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കരിഞ്ചീരം മുകളിലായിട്ടൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, വെറുതെ കാണാൻ. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഉൾഭാഗത്തൊന്നും മുട്ടയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാത്തത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ മുട്ട മാത്രം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സോഫ്റ്റായിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഉള്ളിലെ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.